الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിലെ നൂറ് പ്രയാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് സ്വർഗമെന്നത്. നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗം നേടുക എന്നതിനപ്പുറത്തേക്കൊരു ലക്ഷ്യവും ഒരു വിശ്വാസിക്കില്ല. എല്ലാറ്റിനേക്കാളും വലുതാണ് സ്വർഗം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ജീവനാണല്ലോ മനുഷ്യൻ ഏറ്റവും വലുത്. ജീവനാണ് ഏറ്റവും വലുത്. തൻ്റെ ജീവൻ അത് നൽകിക്കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് വിശ്വാസി എന്നതുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടായത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, പൂർവ്വപ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലുമെല്ലാം ഈ സത്യമായ മതത്തിനു വേണ്ടി നിലകൊണ്ട ആളുകൾ വളരെ ചെറുപ്രായത്തിൽ പോലും അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബങ്ങളെയും ഭാര്യയെയും ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളെയും ഇട്ടെറിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം ലഭിക്കും, മരിക്കുന്ന ആ നിമിഷം മുതൽ ഉഹദിനപ്പുറത്ത് ഞാൻ സ്വർഗം കാണുന്നു എന്നാണ്. ഈ ഉഹദിൻ്റെ അപ്പുറത്ത്, ഈ ഉഹദിൽ വെച്ചുകൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടാൽ ഉഹദിനപ്പുറത്ത് ഞാൻ സ്വർഗം കാണുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിക്ക് സ്വർഗം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു മരണത്തെപ്പോലും കീഴ്പ്പെടുത്താൻ സ്വർഗമെന്നുള്ള നമ്മുടെ സ്വപ്നത്തിനും വിശ്വാസത്തിനും പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് സത്യത്തിൽ സ്വർഗത്തെ ഒരു ഉത്തരമായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസിക വിഷമങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കൊന്നും ഒരു കാലത്തും അവസാനം ഉണ്ടാവില്ല. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ വയസ്സാകല്ലേ, വെറുതെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ പടച്ചോനെ എനിക്ക് എത്ര വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ഉണ്ടാവും.
എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ടെൻഷനാണ്. സത്യത്തിൽ നമ്മൾ വയസ്സായി, നമ്മൾ അല്ലെങ്കിൽ രോഗമായി മരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. അൽ ബൗത്തു ബാബുൻ വ കുല്ലു നാസി ദാഖിലുഹു എന്നാണ്. മരണം ഒരു കവാടമാണ്. എവിടേക്കുള്ള കവാടം? മരണത്തിനപ്പുറത്തുള്ള സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള ഒരു കവാടമാണ്. സ്വർഗത്തിൽ അനുഭവിക്കുന്നതിന് സമാനമായ ഒരു സുഖ സന്തോഷങ്ങൾ തന്നെയാണ് മനുഷ്യൻ ഖബറിലും അനുഭവിക്കുന്നത്, വിശ്വാസിയായ മനുഷ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അവിടുന്ന് മരിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ബേജാറാകേണ്ട കാര്യമുള്ളൂ. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ വക്തിലും നിസ്കരിക്കുമ്പോഴും ദിക്ർ ചെല്ലുമ്പോഴും നന്മ ചെയ്യുമ്പോഴൊക്കെ സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് അടുക്കുന്നതിൽ, സ്വർഗത്തിലേക്ക് എത്തുന്നതിൽ, മരണത്തിൻ്റെ കവാടങ്ങളിൽ എത്തുന്നതിൽ ആശങ്കപ്പെടാനുണ്ടെങ്കിലും ഇത്രമാത്രം ആശങ്കപ്പെടാൻ എന്താണുള്ളത്? ആലോചിച്ചിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. എല്ലാറ്റിനുമുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ള ഒരു ജീവിതമായിട്ടല്ല, ഇതൊരു പരീക്ഷണമായിട്ടാണ്. ഈ ജീവിതത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയത് പരീക്ഷണമായിട്ടാണ്. ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പരീക്ഷണ ജീവിതമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായത് മാത്രം ആവൂലല്ലോ. അള്ളാഹു നമുക്ക് ദാരിദ്ര്യം തന്ന്, രോഗം തന്ന്, കഷ്ടപ്പാട് വന്ന്, പ്രയാസം വന്ന്, ആളുകൾ നമ്മളിന്ന് മരിച്ചു പോവുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട നമ്മൾ വേറിട്ട് പോവുക, നമുക്ക് മാരകമായ രോഗങ്ങൾ വരിക, ഇതൊക്കെയല്ലേ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ ലോകം ആസ്വദിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ എത്ര കണ്ട് പറ്റും നമുക്ക്? ഒരു പരീക്ഷണത്തിൻ്റെ ലോകത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഇത് മനുഷ്യൻ വിനോദിക്കാനും നിന്നാൽ എത്രമാത്രം പറ്റും? ഈ കുറച്ചൊക്കെ പറ്റിയാലും എപ്പോഴും നമ്മൾ വിചാരിക്കാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നു പോവില്ലേ? അതുകൊണ്ട് ഈ ലോകത്തെയും സ്വർഗത്തെയും ഇടയ്ക്കൊന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ ഇതന്നെയാണ് വലുതെന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കെന്താ വെച്ചാൽ സ്വർഗത്തെ മോഹിക്കാനും ആഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒന്നും നമുക്ക് പറ്റൂല എന്നാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇഹലോക ജീവിതം നമ്മളെങ്ങനെ ചതിക്കാന്നാ വേണം. ഈ ഭൗതിക വിഭവങ്ങളും സന്തോഷങ്ങളിലൊക്കെ ഇങ്ങനെ കിട്ടിത്തിരിഞ്ഞ് നിന്ന് നമ്മൾ വലിയൊരു വഞ്ചനയിൽ അകപ്പെടും. ഏതാണ് ആ വഞ്ചന? ശരിക്കൊന്ന് ആശ്വാസത്തോടെയും ആസ്വാദനത്തോടെയും ജീവിക്കേണ്ട സ്വർഗം തടസ്സപ്പെടുത്താനാണ് ഈ ലോകത്തെ സുഖവിഭവങ്ങൾ ഉള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. സ്വർഗം കിട്ടുന്നത് തടസ്സപ്പെടുത്താൻ, നമ്മളെ വഞ്ചിക്കാൻ. അതാണ് ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും നമുക്ക് അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഖുർആൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹുവും വലഇബ്. ഇതൊരു കളിയും വിനോദവുമാണ്. അർത്ഥമില്ലാത്ത എന്തൊക്കെയോ നമ്മളിങ്ങനെ അപ്പത്തൊരു സന്തോഷത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളൂ. ദുനിയാവിലെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ശരിക്കുള്ള ജീവിതം പരലോകത്താണ്. ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. അതൊന്ന് ശരിക്കും ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ വ്യത്യസ്തമാണ് സ്വർഗം. നമുക്കതിലൊന്നും സംശയമില്ല. കാരണം ഈ സൗരയൂഥത്തിലെ അനേകം ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സംവിധാനിച്ച് അവിടെ നിന്നും ഭൂമിയുടേതല്ലാത്ത മറ്റു ചില അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാക്കി ഇതിനെയൊക്കെ ഗോളാകൃതിയിലാക്കി ഇതിനെയൊക്കെ വ്യവസ്ഥാപിതമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന, അറ്റമില്ലാത്ത, മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത, ഒരാകാശം പോലും പൂർണ്ണമായി കണ്ടിട്ടില്ലാത്ത 7 ആകാശങ്ങളുടെ വിശാലമായ ലോകങ്ങളെ സംവിധാനിച്ച പടച്ചോൻ നമുക്കൊരു സ്വർഗം കാണിച്ചു തരും എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഒരു കുട്ടി ലോകത്തേക്ക് ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇവിടെ വന്നാൽ എന്തു വേണോ അതൊക്കെ ഒരു അതിഥിക്കെന്ന പോലെ അള്ള ഇവിടെ ഒരുക്കി വെച്ചില്ലേ. ആ സ്ഥലങ്ങളിൽ പാല് വന്നില്ലേ, ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളും വിഭവങ്ങളും ശ്വസിക്കാനുള്ള ഓക്സിജനും ഒക്കെ ഇവിടെ ഉണ്ടാക്കിച്ചില്ലേ. ഒന്നുമില്ലാതെ ഞാനും നിങ്ങളും വന്നപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഭൂമി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു പടച്ചോൻ. വൽ അർള വലഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാം. ഭൂമി മനുഷ്യന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒന്നാണ്. മനുഷ്യന്മാർക്കാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും. അങ്ങനെ ഒന്നാണെങ്കിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഒരു സ്വർഗം കണ്ണിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ, ഇവിടെ കൺ തുറന്നപ്പോൾ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ പറ്റുന്ന സർവ്വ സംവിധാനങ്ങളുടെ ഒരു ഭൂമി കണ്ടെങ്കിൽ ഈ കണ്ണ് ആ നരകവും സ്വർഗവും ഒക്കെ കാണുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ വ്യത്യസ്തമാണ് സുഹൃത്തുക്കൾ.
ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം താരങ്ങൾ മരിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാതൊരു പേടി കിടക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് മരിക്കും എന്നുള്ള പേടി. അതില്ലാത്ത ആരുമില്ല. ഇനിയിപ്പോൾ ആ പേടി കുറയല്ല ചെയ്യുക. എന്താ അറിയോ, ആ വണ്ടി ബ്രേക്കില്ലാതെ പോയി 4 ആൾ മരിച്ചു. അത് ഈ ന്യൂസ് കാണുമ്പോൾ നമ്മൾക്ക് മരണത്തെക്കുറിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ആൾ അയാൾ ഹോസ്പിറ്റലിലാണ്, എന്താ പറയാമെന്നറിയാൻ പറ്റില്ല. എത്ര മരണത്തിൻ്റെ രംഗങ്ങളും മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങളും ലൈവായി കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ എന്തായാലും നമ്മുടെ മരണത്തെക്കുറിച്ചൊരു ബേജാറ് ഉണ്ടാവും സുഹൃത്തുക്കൾ. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ബേജാറ് ഇല്ലാത്തൊരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ലാ യദൂഖൂന ഫീഹൽ മൗത്ത് ഇല്ലൽ മൗതതൽ ഊലാ. അവിടെ അവർ മരണം രുചിക്കുകയില്ല, ആദ്യം മരിച്ചതല്ലാതെ. ഇവിടുന്ന് മരിച്ചതല്ലാത്തൊരു മരണപ്പേടിയില്ലാത്തൊരു ജീവിതം അത് സങ്കല്പിക്കാൻ പറ്റും നമുക്ക്. മരിക്കുന്നു പേടിക്കാത്ത ഒരു സുഖജീവിതം അല്ലേ. റിസോർട്ട് താമസിക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് എടുത്ത 4ാമത്തെ ദിവസം അവിടെ നിന്ന് പോരണം എന്ന് ആലോചിക്കണ്ടേ. എന്തിലുണ്ട് ദുനിയാവിലാണെങ്കിൽ മരിച്ചു പോകണം എന്ന് ആലോചിക്കണ്ടേ. എന്നാൽ മരണമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചാണ് പറയണത്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. സ്വർഗത്തിലെത്തിയ ആൾക്കാർ സ്വർഗം കണ്ട് അനുഭവിച്ചിട്ട് പറയണ വാക്കാണിത്. നമ്മളൊക്കെ സ്വർഗം എന്നുള്ളത് ഒരു വിചാരിക്കാൻ പോലും പറ്റാത്തൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പറയണത്. എന്നാൽ സ്വർഗം കണ്ട ആൾക്കാർ പറയാണ്, എന്താ അവർ പറയണത്? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. എല്ലാ വിഷമങ്ങളും പടച്ചോ ഞങ്ങൾക്ക് നീക്കി തന്നു, അവന് സർവ്വസ്തുതിയും. ഞങ്ങളുടെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനും നന്ദിയുള്ളവനുമാണ് എന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഒരു വിഷമമില്ല, മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചിന്ത കടന്നു വരാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. എത്രമാത്രം ദോഷകരമാണ് ലഹരി മനുഷ്യന് അല്ലേ. ലഹരി ഉപയോഗിക്കാൻ എത്രമാത്രം ദോഷകരമാണ്. എന്നിട്ട് ഇതിൻ്റെ ആൾക്കാരത് ഉപയോഗിക്കണത്. അവർക്ക് ആകെ ഒരു മറുപടി ഉള്ളൂ, ടെൻഷൻ വന്നപ്പോൾ, കടം വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ, കുടുംബ പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിച്ച് നോക്കിയതാണ്, അങ്ങനെ ഞാൻ ലഹരിക്ക് അടിമയായത്. അപ്പം എന്താ സുഹൃത്തുക്കളെ, കുറച്ച് സമയം നമ്മളെ ബുദ്ധി മരവിച്ചാൽ കിട്ടുന്ന സുഖമാണത്. ഏത് ഈ വ്യാകുല വിഷമ ചിന്തകളിൽ നിന്നും ഒരല്പസമയം ഒന്ന് കണ്ണു ചിമ്മി ഒന്ന് ഗാഠനിദ്രയിൽ ഏർപ്പെട്ടാൽ, ഒരല്പസമയം നമ്മുടെ ചിന്തയൊന്ന് മരവിച്ചാൽ കിട്ടുന്ന സുഖമാണ് ആ പറയണത്. വേറെന്ത് സുഖമാണ് ലഹരിക്കുള്ളത്? എന്നാൽ യാതൊരു വിഷമങ്ങളും ജീവിതത്തിൽ മനസ്സിലേക്ക് വരാത്തൊരു ജീവിതം നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റും. അത് അവർ കയറിയിട്ട് അവർ പറയണ കാര്യം മാത്രമല്ല. എന്തൊക്കെ വിഷമങ്ങളും എന്തൊക്കെ ഒന്നിരിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് ആശ്വസിക്കട്ടെ, ഒന്ന് വർത്താനം പറയട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ സുഹൃത്തുക്കളെ. എന്നാ സ്വർഗത്തിന്റെ അവസ്ഥ എന്താ അറിയോ? അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളി. എന്താ മുഖാമത്തി മിൻ ഫളി? അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു സ്ഥിര താമസത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെ ഇറക്കിയിരിക്കുകയാണ്. സ്ഥിരം താമസിക്കാനുള്ളൊരു ഭവനത്തിൽ ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. ലാ യമസ്സുനാ ഫീഹാ നസബുൻ. യാതൊരു ക്ഷീണവും അവിടെ ഇല്ല, യാതൊരു നിലക്കുള്ള വിഷമവും യാതൊരു ക്ഷീണയും തളർച്ചയുമില്ലാത്ത. വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. ഒരു തളർച്ചയും ബാധിക്കും, ഒരു ചെറിയ ക്ഷീണം തോന്നാത്ത ലോകം. അതൊക്കെ ഇപ്പം എങ്ങനെ നമ്മൾ സങ്കല്പിക്കാം? അപ്പോൾ ജീവിക്കാൻ തന്നെയാണ് ശരിക്കും ആസ്വദിച്ചും സന്തോഷിച്ചും ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാര്യം. പിന്നെന്താ പറയുക, എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ജോലി കിട്ടിയാൽ നഷ്ടപ്പെടുമെന്ന് തോന്നാത്തവൻ ആരാ സുഹൃത്തുക്കൾ? മനസ്സിലായി? നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കൾക്കും കുട്ടികൾക്കും തന്നെ നമ്മളെ വീട് കിട്ടുമോ? ആൾക്കാർ ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തിലും നമ്മൾ ആശങ്കപ്പെടുന്നു, എന്തായിരിക്കും അടുത്ത ഘട്ടം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒന്നില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ. അവിടുന്ന് ഒരു പുറത്തു പോകേണ്ടി വരില്ല ഒരിക്കലും. സ്വർഗത്തിൽ നിന്ന് ആ സുഖങ്ങളെ ഒരു നിമിഷം പോലും അവർ നഷ്ടപ്പെടുന്ന, അവിടുന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ മനുഷ്യൻ്റെ ശാരീരികവും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെ ഒരു വെയിൽ അല്ലേ, ഒരു പ്രതികൂലതയല്ലേ സുഹൃത്തുക്കളെ? ഒരു ദാഹം ഒരു പ്രതികൂലമല്ലേ? ഒരു വിശപ്പ് ഒരു പ്രതികൂലമല്ലേ? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ വഅന്നക ലാ തളുമഉ ഫീഹാ വലാ തൽഹാ. അവിടെ നിന്റെ നഗ്നത വെളിവാവില്ല, അവിടെ നിനക്ക് ദാഹിക്കില്ല, അവിടെ നിനക്ക് വെയിൽ കൊള്ളേണ്ടി വരില്ല. ലാ തൽഹാ.
യാതൊരുവിധ വിഷമങ്ങളും. ഇനി അതൊന്നും വേണ്ട സുഹൃത്തുക്കൾ. എന്തെങ്കിലുമൊക്കെ ഒരു പേടി അല്ലേ? എത്ര ഭദ്രമായിട്ടാണ് നമ്മളൊക്കെ വാതിലടച്ച് ഗേറ്റ് അടച്ച് കിടന്നുറങ്ങണത്. എന്നിട്ടും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും ചവിട്ടി തുറക്കോ, ആരെങ്കിലും കയറുമോ അല്ലേ എന്നൊന്നും മനസ്സിൽ ചിന്തിക്കാതെ, ഓർമ്മ വരാതെ ആയത്തുൽ കുർസി ഓതുമ്പോൾ മനസ്സൊക്കെ ഒരു ചെറിയ ഭയം മനസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഒരു പേടി, ഒന്നും പേടിക്കണം. ഭയം എന്നതിനെ ഇല്ലാതാക്കുകയാണ് അള്ളാഹു സ്വർഗത്തിൽ. അങ്ങനെ ഒന്നില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖമില്ല. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിച്ച് ഇടങ്ങാറാണ്. കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊരു വേദന, അങ്ങനെ ഒന്നും അവരുടെ മനസ്സിൽ തോന്നുകയില്ല എന്നാണ് പറഞ്ഞത്. എത്ര വലിയ കാര്യം. ഇനി അതൊക്കെ പോട്ടെ, എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാകാൻ എന്ത് മതി എന്നറിയോ സഹോദരങ്ങളെ? നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളെ മുഖം കണ്ടാൽ മതി ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷം പോകാൻ. നമുക്ക് വിരോധമുള്ള, ദേഷ്യമുള്ള, നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരുത്തൻ്റെ മുഖം കണ്ടാൽ മതി, നമ്മളെ മനസ്സിൻ്റെ എല്ലാ സന്തോഷം പോകാൻ അത് മതി. എന്നാൽ അവിടെ അങ്ങനെ ഉണ്ടോ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുറിൻ മുതഖാബിലീൻ. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. മനസ്സിലുള്ള എല്ലാ പകകളെയും വിദ്വേഷങ്ങളെയും മനസ്സ് നൂരി പുറത്തേക്ക് കളയുന്നതാണ്. എന്നിട്ട് അവർ ഇഖ്വാന, സഹോദരങ്ങളാക്കും. അലാ സുറുറിൻ മുതഖാബിലീൻ. എന്നിട്ട് ജീവിതത്തിൽ അത്രമാത്രം ശത്രുതയ്ക്കുള്ള ആൾക്കാരുടെ എല്ലാ ശത്രുതയും പോയിട്ട് ഒരു കട്ടിലുമേ അവരൊന്നിച്ച് മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വെറും സ്നേഹങ്ങളും സൗഹൃദങ്ങളും മാത്രം. നമുക്ക് എതിർപ്പുള്ളവരോ ശത്രുക്കളോ എതിരാളികളോ നമ്മളോട് പകയുള്ളവരോ ഒന്നുമില്ല. ഇനിയോ സത്യം പറയാം, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ മൊബൈലൊക്കെ ഉണ്ടല്ലോ, അതൊരു 2 ആഴ്ചക്ക് ഓഫാക്കി നമുക്ക് ഭയങ്കര സമാധാനമായി കയറുന്നതാണ്. കാരണം അതിൽ നിന്ന് കേൾക്കുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളൊക്കെ എടുത്തു. അതിനകത്ത് കാരണം കേൾക്കുന്ന എല്ലാ വാർത്തകളിലും അസമാധാനമുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളിലും മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വർത്തമാനങ്ങളുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു വാർത്തയും അവിടെ നമുക്ക് കിട്ടൂല. സമാധാനത്തിൻ്റെ സന്ദേശങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടൂല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖൈലൻ സലാമൻ സലാമാ. ഒരു അനാവശ്യ വർത്തമാനങ്ങളും കുറ്റകരമായ വാക്കുകളും അവർ കേൾക്കേണ്ടി വരികയില്ല. സമാധാനം, ശാന്തി, ശാന്തി, സമാധാനം, സമാധാനം എന്ന വാക്കൊഴികെ ആ വാക്ക് മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. വേറെ ലാ തസ്മഉ ഫീഹാ ലാഗിയ, അങ്ങനത്തെ അനാവശ്യമായൊരു വർത്തമാനങ്ങളും അവരവിടെ കേൾക്കൂല എന്നാണ്. അതുകൊണ്ടാണ് ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞതെന്ന് തരും. അവിടെ എത്തിപ്പെട്ട ഒരുത്തൻ എവിടെ ചെന്നാലും കുറച്ചു കാലം താമസിക്കുമ്പോൾ മടുക്കൂലേ? എവിടെ ചെന്നാലും കുറച്ചു കാലം താമസിക്കുമ്പോൾ മനുഷ്യന് മടുക്കൂലേ? എന്നാൽ ആ മടുപ്പ് സ്വർഗത്തിനില്ല എന്നാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അവരതിൽ ശാശ്വതരായിരിക്കും. അവിടെ നിന്നൊരു മാറ്റവും അവരാഗ്രഹിക്കൂല എന്നാണ്. അവിടുന്ന് ഒന്ന് എങ്ങോട്ടും മാറിപ്പോണമെന്നോ അവിടുന്ന് ഒന്ന് അകന്നു പോകണമെന്നോ എന്നൊന്നും അവരാഗ്രഹിക്കൂല എന്നാണ്. പിന്നെ മാത്രമല്ല സുഹൃത്തുക്കൾ, നമ്മളിവിടെ അനുഭവിക്കുന്ന എല്ലാറ്റിനും ചില ന്യൂനതകളുണ്ട്. എന്തിനുമുണ്ട് ന്യൂനതകൾ. നമ്മൾ അനുഭവിക്കുന്ന എന്തിനും. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമായതുകൊണ്ടല്ല ഭാര്യ സംതൃപ്തയായത്. ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് അല്ലേ, രോഗപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, പലതും ഉണ്ടല്ലോ. എന്നാൽ സ്വർഗത്തിൽ എങ്ങനെയാണ്? വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. അവർക്ക് പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുണ്ട്. അതിലെല്ലാം വരുന്നതാണ് സ്വഭാവത്തിൻ്റെ പരിശുദ്ധി, ശാരീരികമായ പരിശുദ്ധി, എന്തെങ്കിലും നമ്മൾക്കൊരകൽച്ച തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം അവരുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും. പിന്നെ അവിടെ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ പോലും അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തൂല എന്നാണ്. അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് അതുണ്ടാവൂല എന്നാണ്. അവിടുത്തെ പഴങ്ങളൊക്കെ അടുത്ത് വരുന്നതാണ്. പഴം കയറി പറിക്കുക, ഇടങ്ങേറായി ബുദ്ധിമുട്ടി എടുക്കൊന്നും വേണ്ട. നല്ല പഴങ്ങളും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളും അങ്ങനെ കണ്ടു നിൽക്കേണ്ടി വരും. കയറാൻ പറ്റാത്ത ആൾക്കാരും അതിനുള്ള സൗകര്യങ്ങളില്ലാത്തവരും. അതില്ല, സ്വർഗത്തിൽ അങ്ങനെയല്ല, അതൊക്കെ അടുത്തു വരും. എന്നിട്ട് പറയും കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു വെച്ച നന്മയുടെയും സൽപ്രവർത്തനങ്ങളുടെയും ഫലമായിക്കൊണ്ട് നിങ്ങളൊക്കെ തിന്നോളൂ, കുടിച്ചോളൂ, ഹനീഅൻ സുഭിക്ഷമായി.
നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. എന്തിനേറെ എന്തൊന്നു മനുഷ്യൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചുവോ അതൊന്നും നിറവേറാതെ പോവില്ല എന്നാണ്. വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. മനസ്സുകൾ ആഗ്രഹിക്കുന്നത് എന്തും അവിടെ കിട്ടും. നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദമേകുന്ന കാഴ്ചകൾ ഉണ്ടാകും. നിങ്ങൾ അതിലെന്നും ശാശ്വതന്മാരായിരിക്കുമെന്നാണ്. ആ മുഖത്തിൻ്റെ പ്രസന്നത എത്രയാണ്! ആ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ മുഖത്ത് കാണുന്ന ആ മിനുസം, ആ സന്തോഷം, ആ പ്രസന്നത. മുഖങ്ങൾ അതിങ്ങനെ ശരിക്കും സംതൃപ്തി കൊണ്ട് ശരിക്കും ഇങ്ങനെ മിനുസപ്പെട്ടു വന്നതായിരിക്കും ആ മുഖങ്ങൾ. അത്ര വലിയ സന്തോഷം, ഉള്ളിൽ ഉള്ള ആ സന്തോഷത്തിൻ്റെത് അവിടെ മുഖത്തിങ്ങനെ കാണും എന്നാ പറയണത്. മനോഹരമായ അരുവികൾ, കണ്ണിന് ആനന്ദമേകുന്ന കാഴ്ചകൾ, എന്തെല്ലാമാണ് അവിടെ. അതിലൊക്കെ ഉപരിയാണ് വരിദ്വാനുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തി, അതാണ് ഏറ്റവും വലുത് എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്തൊക്കെ ഇപ്പം എന്താ, വളരെ കുറഞ്ഞ ആയത്തുകളല്ലേ ഈ കുറഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞത്. എത്രങ്ങാനും ആയത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ച് കള്ള വെറുതെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമായത് കൊണ്ട് തന്നെയാണ് നമ്മളെ മോഹിപ്പിക്കാനും ആഗ്രഹിപ്പിക്കാനും അത് ലക്ഷ്യം വെപ്പിക്കാനും വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മോട് പറയണം. അതുകൊണ്ട് വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹ്ക്ക് നിങ്ങളെയൊക്കെ ഓരോരുത്തരെ കുറിച്ചും അറിയാം. സ്വർഗത്തേക്ക് കയറ്റാൻ പറ്റുമോ കയറ്റാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് സജീവ സ്വകാര്യതകളിൽ പോലും മാറ്റി നിർത്തുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, കൂടുതൽ അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് ആവശ്യമായ ചോദ്യങ്ങൾ, പ്രാർത്ഥനകൾ അവനോട് നടത്തുക. അങ്ങനെ നമ്മൾ അർഹത നേടുക. ഹൃദയമറിയുന്നവൻ്റെ അംഗീകാരം കിട്ടണമെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. തൻ്റെ അടിമകളെ ഓരോരുത്തരെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു എല്ലാം കാണും, എല്ലാം അറിയും. നാളെ സ്വർഗം തരണോ തരണ്ടേ തീരുമാനിക്കുന്ന പരമകാരുണികൻ അവനാണെന്നറിഞ്ഞ് അവന് കീഴ്പ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈമാനിനുള്ള, വിശ്വാസത്തിനുള്ള കർമ്മങ്ങൾക്കുള്ള, ഈമാനോടുകൂടെയുള്ള കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അതായത് സ്വർഗ്ഗക്കാരെ സ്വർഗത്തുക്കും നരകക്കാരെ നരകത്തുക്കും വേർതിരിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും? അള്ളാഹു മലക്കുകളോട് പറയുന്നതാണ്, ഈമാൻ ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ, അണ്ണുമണി തൂക്കം ഈമാൻ ഉള്ളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അഖ്രിജൂഹും, അവരെ നിങ്ങൾ നരകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന മലക്കൾ. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ ശരിക്കും ഈസ്വദ്ദു, അവർ ശരിക്കും കറുത്ത് നരകത്തിൽ കടന്ന് കരിഞ്ഞിട്ട് കരിക്കട്ടകളായിട്ടുണ്ടാവുന്നു. എന്നിട്ട് അവരെ നെഹ്റുൽ ഹയ, ഒരു ജീവനദിയിൽ, ഒരു നദിയിൽ അവരെ ഇടും. നീ കണ്ടിട്ടില്ലേ എന്ത്, പിന്നെ വെള്ളമൊഴുകുന്നതിൻ്റെ തീരത്ത് ഉണങ്ങിയ വിത്തുകൾ മുളച്ച് മുൽത്തവിയത്തിൽ അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വരുന്ന മഞ്ഞ നിറത്തിൽ നീ കണ്ടിട്ടില്ലേ? അതുപോലെ ആ നരകത്തിലെ കരിക്കട്ടകൾ പുതിയ ജീവനുകളായി തിരിച്ചു വരുന്ന. എന്താ തിരിച്ചു വരാൻ കാരണം? ഈമാൻ. സുഹൃത്തുക്കളെ, ഷിർക്കിനെ, അള്ളാഹുവിലുള്ള നിഷേധം വരുന്നതിന്, ഷിർക്കിനെ നമ്മൾ ഭയപ്പെടുക. ഈമാണ്ടോ ശിക്ഷകൾ കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തേക്ക് വരും. അതുകൊണ്ട് സ്വർഗമാണ് പ്രധാനം. വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമായി യഥാർത്ഥ തൗഹീദോടുകൂടെ ഷിർക്കില്ലാതെ ശരിയായ കർമ്മങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവസാനമെങ്കിലും ആ സ്വർഗത്തിലെത്തിപ്പെടാൻ പറ്റുമെന്നാണ് ആ ഹദീസിൻ്റെ ആശയം. ശരിയായി ദീൻ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, നമ്മളൊരു സുഹൃത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വളരെയധികം പ്രയാസകരമായ സാഹചര്യത്തിൽ രോഗം ബാധിച്ചവരായിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ ബന്ധുക്കളും കുടുംബങ്ങൾക്കും നീ മനസ്സമാധാനം
പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على